2022 മാർച്ചിൽ നടന്ന SSC എക്സാമിനേഷൻ അതിലെ ഗണിതശാസ്ത്ര ചോദ്യപേപ്പർ ഒന്ന് വിശകലനം ചെയ്യാം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയായിരുന്നു: 3, 7, 11 എക്സെട്ര എന്ന സമാന ശ്രേണിയുടെ പൊതുവ്യത്യാസം എത്ര? വാട്ട് ഈസ് ദി കോമൺ ഡിഫറൻസ് ഓഫ് 3, 7, 11 എക്സെട്ര? ഇത് നമുക്ക് എങ്ങനെ കണ്ടെത്താം? കോമൺ ഡിഫറൻസിലെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ രണ്ടാം ഭാഗത്ത് ഒന്നാമത്തെ പദത്തിന് കുറച്ചാൽ മതി, അല്ലെങ്കിൽ മൂന്നാമത്തെ ഭാഗത്ത് രണ്ടാമത്തെ പദം കുറച്ചാൽ മതി. അതാണ് പൊതുവ്യത്യാസം. ഇവിടെ പൊതുവ്യത്യാസം ഡി എന്ന് പറയുന്നത് 7 - 3, രണ്ടാം പദം മൈനസ് ആദ്യ പദം. എത്രയാണത്? 4 ആണ്. അല്ലെങ്കിൽ 11 - 7, 4. അപ്പോൾ എളുപ്പമുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം, രണ്ടാമത്തെ ചോദ്യം. ഇങ്ങനെ ചിത്രം തന്നിട്ട് ABCD ഇതൊരു സൈക്ലിക് കോർഡിനേറ്റർ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ഇതിൽ കോൺ C = 110 ഡിഗ്രി ആയ കോൺ എയുടെ അളവ് എത്ര എന്നുള്ള ചോദ്യമാണ്. കോൺ C 110 ഡിഗ്രി ആണെങ്കിൽ കോൺ എ. നമുക്കറിയാം ഇത് സൈക്ലിക് കോർഡിനേറ്റർ അല്ലെങ്കിൽ ചക്രീയ ചതുർഭുജത്തിന്റെ എതിർശിക്ഷ കോണുകൾ അനുകൂലങ്ങളായിരിക്കും, അല്ലെങ്കിൽ അവ കൂട്ടിയാൽ 180 ഡിഗ്രി എന്നറിയാം. അപ്പോൾ തീർച്ചയായിട്ടും കോൺ എയും കോൺ സിയും കൂട്ടിയാൽ കോൺ A + കോൺ C = 180 ഡിഗ്രിയാണ്. നമ്മുടെ കോൺ C 110 തന്നിട്ടുണ്ട്. അപ്പോൾ കോൺ A + 110 എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയതുകൊണ്ട് കോൺ A = 180 കുറക്കണം 110, അതായത് 70 ഡിഗ്രി. അതായത് കോൺ 110, കോൺ സിയും കോൺ എയും കൂട്ടിയാൽ 110, 150. 110നോട് 70 കൂട്ടിയാലാണ് 150 കിട്ടുക. അപ്പോൾ കോൺ A = 70 ആണ് ഉത്തരമായിട്ട് വരിക. മൂന്നാമത്തെ ചോദ്യം, ഒരു പെട്ടിയിൽ 7 വെളുത്ത പന്തുകളും 3 കറുത്ത പന്തുകളും ഉണ്ട്. ഈ പെട്ടിയിൽ നിന്നും ഒരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണ്? ഇതിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന ചോദ്യം. നമുക്കറിയാം ഇവിടെ ആകെ പന്തുകളുടെ എണ്ണം 7 വെളുത്തതും 3 കറുത്തും. അപ്പോൾ 7 ഉം 3 ഉം 10 പന്തുകളാണ് ആകെയുള്ളത്. അതിൽ നിന്ന് ഒരു പന്ത് എടുത്താൽ അത് കറുത്തതാകാനുള്ള സാധ്യത എന്താണെന്ന് ചോദ്യം. നമ്മൾ സാധ്യത എന്ന് പറഞ്ഞാൽ ആകെയുള്ളതിൽ അനുകൂല ഫലം എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ആകെ എത്രയാണ്? 10 ആണ്. 10ൽ ഇവിടെ കറുത്തതാകാൻ സാധ്യത, കറുത്ത എത്രയുണ്ട്? 3 10 ഉള്ളത്. അതുകൊണ്ട് 10ൽ 3 ആയിരിക്കും കറുത്തതാകാൻ സാധ്യത. അല്ലെങ്കിൽ 10ൽ 3 പറഞ്ഞാൽ ദശാംശമായിട്ട് പറയുകയാണെങ്കിൽ 0.3 എന്നും പറയും. എങ്ങനെയാണ്? 10ൽ 3 എന്ന് എഴുതിയാലും മതി. ഇതാണ് മൂന്നാമത്തെ ഉത്തരം. നാലാമത്തെ ചോദ്യം ഇതാണ്: സംഖ്യാജോഡി 00, സംഖ്യാജോഡി 40 എന്നീ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം എത്ര യൂണിറ്റാണ്? ഡിസ്റ്റൻസ് എത്രയാണെന്ന ചോദ്യം. നമുക്കറിയാം ഇതിപ്പം 00 അതിൽ ആധാര ബിന്ദുവാണ്, ഒറിജിനാണ്. 40 എന്ന് പറയുന്നത് ഇത് എക്സ് അക്ഷത്തിലെ ഒരു ബിന്ദുവാണ്. അപ്പോൾ 00 നിന്ന് എക്സ് അക്ഷത്തിലെ ഒരു ബിന്ദുവിലേക്കുള്ള അകലം കാണാൻ വേണ്ടിയിട്ട് എക്സ് നിർദ്ദേശാങ്കത്തിന് വ്യത്യാസത്തിന്റെ കേവലം കണക്കാക്കിയാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ 4ൽ നിന്ന് 0 കുറക്കുക, അത് എക്സിന്റെ വ്യത്യാസം. ഇത് x 4 ആണ്, ഇവിടെ 0 ആണ്. ഇപ്പോൾ 4ൽ 0 കുറക്കുക, അതിന്റെ കേവലം mod 4 തന്നെ കിട്ടും. അല്ലെങ്കിൽ കേവലം 4, അതായത് 4. ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് എണ്ണിട്ട് നോക്കാം. 00 കഴിഞ്ഞാൽ പിന്നെ 00 കഴിഞ്ഞാൽ അടുത്തത് 10, 20, 30, 40. ആ രീതിയിൽ നമുക്ക് 4 യൂണിറ്റ് കിട്ടും. ഇനി എല്ലാ ഡിസ്റ്റൻസ് സൂത്രം ഇപ്പം ആധാര ബിന്ദു അങ്ങനെ √(x² + y² സൂത്രമൊക്കെ വരികയാണെങ്കിൽ √4² + 0² കിട്ടും. ആ രീതിയിൽ √16 = 4 എന്നാവും. ഏത് രീതിയിലായാലും നമുക്ക് 4 എന്ന ഉത്തരത്തിൽ കണ്ടെത്തിയാൽ മതിയാവും. അടുത്ത ചോദ്യം ഇതാണ്: ആരം 12 സെന്റിമീറ്റർ ആയ ഒരു വൃത്തത്തിൽ നിന്ന് 90 ഡിഗ്രി കേന്ദ്രം കൊണ്ടുള്ള വൃത്താംശം വെട്ടിയെടുത്ത് ഒരു വൃത്തസ്തൂപി ഉണ്ടാക്കിയാൽ അതിന്റെ പാദത്തിന്റെ ആരം എത്രയായിരിക്കും? സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇപ്പൊ ഇനി ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കാണാൻ വേണ്ടി നിങ്ങൾക്ക് അറിയേണ്ട സൂത്രവാക്യതാണ് x/360 = r/l. ഈ സൂത്രവാക്യം ഒന്ന് പഠിച്ചു വെക്കാൻ നന്നായിരിക്കും. x/360 എന്താണ്? r/l. ഇവിടെ x എന്ന് പറയുന്നത് വൃത്താംശം അല്ലെങ്കിൽ സെക്ടറിന്റെ കേന്ദ്രമാണ്. l എന്ന് പറയുന്നത് വൃത്താംശത്തിന്റെ ആരം, അല്ലെങ്കിൽ അതായത് വൃത്തസ്തൂപിയുടെ ചരിവുയരമായിട്ട് വരും. ചരിവുയരം സ്റ്റാൻഡ് ഹൈറ്റ് ആണ് വരിക. r എന്ന് പറയുന്നത് ആ വൃത്തസ്തൂപിയുടെ ആരമാണ്. അപ്പൊ x/360 r/l എന്ന് ഈ സൂത്രവാക്യം പഠിച്ചു വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇവിടെ x എന്ന് പറയുന്ന കേന്ദ്രം എത്രയാണ്? 90 ഡിഗ്രിയാണ്. x 90 ഡിഗ്രി, 90/360 = r. ഇതാണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക്. r/l എന്ന് പറഞ്ഞാൽ വൃത്താംശത്തിന്റെ ആരം അല്ലെങ്കിൽ വൃത്തസ്തൂപിയുടെ ചെരിവുയരമാണ്. അത് എത്രയാണ്? ഇവിടെ 12 ആണ്. ആരം 12 സെന്റിമീറ്റർ ആയ വൃത്തത്തിൽ നിന്നാണ് ഈ സെക്ടർ അല്ലെങ്കിൽ വൃത്താംശം വെട്ടിയെടുക്കുന്നത്.
അപ്പോൾ 90/360 സമം എന്താണ് 6/12 കിട്ടും. ഇത് ലഘൂകരിച്ചാൽ 1/4 എന്ന് വരിക. 390ന്റെ 4 മടങ്ങാണ് 360. അപ്പോൾ 1/4 സമം 6/12 എന്ന് കിട്ടും. ഇങ്ങനെ വരുമ്പോൾ ഇത് ക്രോസ് ആയിട്ട് ഗുണിക്കുവാണ് വേണ്ടത്. അപ്പോൾ 4 × 4 6 സമം 12 എന്ന് കിട്ടും. 4 സമം 12 ആയതുകൊണ്ട് 6 സമം 12/4 അതായത് 3 എന്ന് കിട്ടും. 4 6 സമം 12 ആയതുകൊണ്ട് 6 സമം 12/4 അതായത് 3 എന്ന് കിട്ടും. 3 ആ വൃത്താംശത്തിന്റെ പാദത്തിന്റെ ആരം എന്ന് കാണാൻ പറ്റും. ആറാമത്തെ ചോദ്യം, പി ഓഫ് എക്സ് എന്ന ബഹുപദത്തിന്റെ ഒരു ഘടകമാണ് x-1 എങ്കിൽ പി ഓഫ് 1 എന്തായിരിക്കും? പി ഓഫ് എക്സ് എന്നത് ഒരു ബഹുപദമാണ്, ഒരു പോളിനോമിയലാണ്. അതിന്റെ ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് x-1 എങ്കിൽ പി ഓഫ് 1ന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം x-1 ഒരു ഘടകമാണെങ്കിൽ പി ഓഫ് 1 എന്തായിരിക്കും? 0 ആയിരിക്കും. പി ഓഫ് 1 0 ആകുമ്പോഴാണ് x-1 ഒരു ഘടകമാകുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ പി ഓഫ് 1 എന്തായിരിക്കുന്ന ചോദ്യം, അതായത് പി ഓഫ് 1 സമം എന്തായിരിക്കും? 0 എന്നാണ് ഉത്തരം കിട്ടുക. അടുത്തത് x സമം 30 ഡിഗ്രി ആയാൽ ടാൻ എക്സ് എത്ര എന്നുള്ളതാണ്. അപ്പോൾ സൈൻ 30 അതുപോലെ കോസ് 30 ടാൻ 30 വില നിങ്ങൾ പഠിച്ചവർക്കാണ് ഡയറക്റ്റ് ആയിട്ട് അത് എഴുതാൻ വേണ്ടി പറ്റും അതിന്റെ വില. ഇനി അങ്ങനെ അറിയാത്തവർക്ക് നമുക്കൊരു ടാൻ എക്സ് എന്ന് പറയുന്നത് സൈൻ x/cos x ആണ്. ടാൻ എക്സ് എന്നതാണ് സൈൻ x/cos x. ഇവിടെ x എന്നത് 30 ഡിഗ്രി ആണ്. അപ്പോൾ ടാൻ 30 എത്രയാണെന്ന് ചോദ്യം. x 30 ഡിഗ്രി ആണെങ്കിൽ ടാൻ 30 എത്ര? ടാൻ 30 എന്തായിരിക്കും? ടാൻ 30 എന്ന് പറയുന്നത് സൈൻ 30/cos 30. ഇതാണ് ടാൻ 30. ഈ ടാൻ 30ന്റെ വില നേരിട്ട് ശരിക്കും പഠിക്കാത്തവർക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ടാൻ 30 സമം സൈൻ 30/cos 30. സൈൻ 30ന്റെ വില എത്രയാണ്? സൈൻ 30 1/2 ആണ്. 1/2 ബൈ കോസ് 30 എത്രയാണ്? √3/2 ആണ്. അപ്പോൾ സൈൻ 30/cos 30 1/2/√3/2. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു ഈ √3/2 എന്താ ഈ ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുക എന്ത് ചെയ്താൽ അതിന്റെ വിൽക്രമം കൊണ്ട് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 2/√3 എന്ന് വരും. 1/2 ഇൻറ്റു 1/2/√3/2 1/2 ഇൻറ്റു 2/√3 എഴുതാം. അപ്പോൾ എന്ത് കിട്ടും നമുക്ക് ഇവിടെ 2 2ൽ ഒരു പ്രാവശ്യം പോകും. 1 × 1 1 ഇവിടെ താഴെ √3 ഉണ്ട്. അപ്പോൾ നമുക്ക് 1/√3 വരും. അതേ ടാൻ 30 വരെ നേരിട്ട് പഠിച്ചവർക്കാണെങ്കിൽ 1/√3 എഴുതാം. അല്ലെങ്കിൽ സൈൻ 30/cos 30 ആണ് ടാൻ 30 മനസ്സിലാക്കുന്ന ഒരു കുട്ടിക്ക് അതിന്റെ വില 1/√3 എന്ന് കണ്ടെത്താനും പറ്റും. അടുത്ത ചോദ്യം, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 24 സെന്റിമീറ്റർ, അന്തർവൃത്ത ആരം 2 സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആയിരിക്കും? അപ്പോൾ ത്രികോണത്തിന്റെ ചുറ്റളവ് 24 തന്നിട്ടുണ്ട്. അതിന്റെ അന്തർവൃത്ത ആരം റേഡിയസ് 2 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാണ്, ഏരിയ കണക്കാക്കണം. അപ്പോൾ ഈ ത്രികോണത്തിന്റെ ചുറ്റളവും പരപ്പളവും അന്തർവൃത്ത ആരവും തമ്മിൽ എന്താണ് ബന്ധം എന്ന് മനസ്സിലാക്കുക. അത് വളരെ സിമ്പിളായിട്ട് ഒരു സൂത്രവാക്യം തന്നെ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. എന്താ സൂത്രവാക്യം? ത്രികോണത്തിന്റെ പരപ്പളവ് എ എന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ a ബൈ ചുറ്റളവിന്റെ പകുതിയെ s കൊണ്ട് സൂചിപ്പിക്കുന്നു. a/s സമം എന്താണ്? r. a/s സമം r. ഈ സൂത്രവാക്യം കൂടി a എന്ന് പറഞ്ഞാൽ ഏരിയ, അതായത് പരപ്പളവ്, s എന്ന് പറഞ്ഞാൽ അതിന്റെ പെരിമീറ്ററിന്റെ പകുതിയാണ്, സെമി പെരിമീറ്റർ ആണ് എസ്. ആർ എന്ന് പറയുന്നത് അന്തർവൃത്ത ആരാണ്. ഇതങ്ങ് പഠിച്ചു വെച്ചാൽ മതിയാവും. അപ്പോൾ ഇവിടെ നമുക്ക് എ ആണ് കണക്കാറുണ്ട്. എ അറിയില്ല. അപ്പോൾ തന്നെ a/s. എസ് എന്ന ചുറ്റളവിന്റെ പകുതിയാണ്. ഇവിടെ ചുറ്റളവ് 24 എന്ന് പറയുന്നു. ഇപ്പൊ ചുറ്റളവിന് പോയി അതിന്റെ 24ന്റെ പകുതി 12 ആയിരിക്കും. അപ്പൊ a/12 സമം ആർ. ആർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ അന്തർവൃത്ത ആര് 2 എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആർ സമത്തിനാണ് 2. അപ്പൊ a/12 സമം 2 എന്ന് കിട്ടും. ഒരു സംഖ്യയെ 12 കൊണ്ട് ഹരിച്ചാൽ 2 കിട്ടുന്നെങ്കിൽ ആ സംഖ്യ എന്ന് പറയുന്നത് 2 ഗുണിക്കണം 12 ആയിരിക്കും. നേരെ ഇങ്ങോട്ട് ഗുണിച്ചാൽ മതി. സമത്ര കിട്ടും 24. അതായത് 24 12 ഹരിച്ചാലാണ് 2 കിട്ടുക. അപ്പൊ a സമം 24 ഇത്രയും ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ പരപ്പളവ് തുറന്നത് 24. ഈ സൂത്രവാക്യം പഠിച്ചാൽ അത് a/s സമത്താണ് ആർ. എ എന്ന് പറഞ്ഞാൽ ഏരിയ, എസ് എന്ന് പറഞ്ഞാൽ സെമി പെരിമീറ്റർ, ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ അന്തർവൃത്തത്തിന് ആരമാണ് ആർ. ഓക്കെ. 9ാമത്തെ ചോദ്യം, ഒരു സമചര സ്തൂപിയുടെ പാർശ്വമുഖങ്ങൾ സമഭുജ ത്രികോണങ്ങളാണ്. പാദവക്കിന്റെ നീളം 20 സെന്റിമീറ്റർ ആയാൽ ചരിവുയരം എത്ര സെന്റിമീറ്റർ ആയിരിക്കും?
ഇവിടെ പറയുന്ന സമരസ്തൂപിയുടെ പാർശ്വമുഖങ്ങൾ സമൂഹ ത്രികോണങ്ങളാണ്. നമുക്ക് 4 മുഖങ്ങളാണ് ഉണ്ടാവുക. ആ 4 മുഖങ്ങളും എന്താണ് 4 സമൂഹ ത്രികോണാകൃതിയിലെ 4 മുഖങ്ങളും പിന്നെ ഒരു സമചതുരം ഉണ്ടാവുക ഒരു സമരസ്തൂപി നിവൃത്തി വെച്ചാൽ. അപ്പോൾ അതിലെ 4 മുഖങ്ങളിൽ ഒരു മുഖം നമുക്കൊന്ന് വരച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ആ ഒരു മുഖം എന്ന് ചോദിക്കുക. ഇത് സമഭുജ ത്രികോണാണെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു വശത്തിലാണ് 20 20 20 20 ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ചോദ്യം ചരിവര് എത്ര എന്നുള്ളതാണ്. നമുക്കറിയാം ഇതിന്റെ ചരിവര് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിന്റെ ലംബമായി ഈ ഉന്നതിയാണ് ചരിവരായിട്ട് വരിക. സമൂഹ ത്രികോണത്തിന്റെ ഈ ഉയരം എത്രയാണോ അതാണ് സമരസ്തൂപിയുടെ ചരിവരമായിട്ട് വരിക. അപ്പോൾ നമുക്കറിയാം ഇത് ഈ ലംബം വരയ്ക്കുമ്പോൾ 20 ആയതുകൊണ്ട് തന്നെ ഇത് 10 10 എന്നായിട്ട് മാറും. ലംബം ഇതിനെ സമവായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് 10 ഇത് 20 ഇത് എത്രയാണെന്ന് കണക്കാക്കിയാൽ മതി. നമുക്കറിയാം ഈ സമൂഹ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും 60 ഡിഗ്രി വീതമാണ്. ഇത് 60 ഇത് 60 ഇത് 60 ആയിരിക്കും. അപ്പോൾ ഇതിനെ വിഭജിച്ച് കഴിഞ്ഞാൽ 30 30 ആയിട്ട് മാറും. ഇത് രണ്ട് തുല്യമായിരിക്കും 30 30. അപ്പോൾ 30 60 90 എന്ന രീതിയിലാണ് ഇതിലെ ഒരു വട്ടത്രികോണം വരുന്നത്. അപ്പോൾ അതിലെ 30-നെതിരുള്ള വശം 10 ആയതുകൊണ്ട് 30-നെതിരുള്ള വശം 10 ആയതുകൊണ്ട് 60-നെതിരുള്ള വശം എന്തായിരിക്കും 10√3 ആയിരിക്കും. ഇതെന്തായിരിക്കും 10√3. കാരണം 30 60 90 കോണുള്ള ത്രികോണമാണെങ്കിൽ വട്ടത്രികോണമാണെങ്കിൽ അതിൻ്റെ വശങ്ങൾ 1:√3:2 ആയിരിക്കും. അതായത് 30-നെതിരെ 1 യൂണിറ്റാണ് വശമായിട്ട് വരുന്നതെങ്കിൽ 60 ഡിഗ്രിക്കെതിരെയുള്ളത് √3ഉം 90 ഡിഗ്രിക്കെതിരെ എന്തായിരിക്കും 2 ആയിരിക്കും. കൂടെ ഈ വശം 10 ആണെങ്കിൽ 30-നെതിരെയുള്ള വശം 10 ആണെങ്കിൽ 60 ഡിഗ്രിക്കെതിരെയുള്ള വശം 10√3 10√3 ആയിരിക്കും. അപ്പോൾ മൂന്നാമത്തെ വശം എന്തായിരിക്കും 20. അപ്പോൾ നമുക്ക് ചോദിക്കുന്നത് ചരിവരം എത്ര എന്നുള്ളതാണ്. ചരിവരം 10√3 എന്ന് കണ്ടെത്താൻ വേണ്ടി പറ്റും. ഇനി ഇത് ആ രൂപത്തിൽ അറിയില്ലെങ്കിൽ മട്ടത്രികോണ സിദ്ധാന്തം ഉപയോഗിച്ച് എന്ത് ചെയ്താൽ മതി. ഇത് 20 ഇത് 10 ആണെങ്കിൽ ഈ മൂന്നാമത്തെ വശം എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അങ്ങനെയും ചെയ്യാം. അടുത്ത ചോദ്യം, ഒരു വരയുടെ സമവാക്യം 2x + y = 5 അതിലെ ഒരു ബിന്ദുവിന്റെ x നിർദ്ദേശാങ്കം 2 ആയാൽ y നിർദ്ദേശാങ്കം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതായത് വരയുടെ ഒരു ലൈനിന്റെ ഇക്വേഷൻ 2x + y = 5 എന്നാണ്. അതിൽ എക്സ് കോർഡിനേറ്റ് 2 ആണെങ്കിൽ y കോർഡിനേറ്റ് എന്താണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി 2x + y = 5 ഇതാണ് ആ വരയുടെ ഇക്വേഷൻ. അതിന്റെ സമവാക്യം ഇതാണ്. അതിൽ x നിർദ്ദേശാങ്കം 2 എന്ന് പറയുന്നത്. അപ്പോൾ x നിർദ്ദേശാങ്കം 2 x എന്ത് ചെയ്താൽ മതി 2 എന്ന വില കൊടുക്കുക. അപ്പോൾ 2 × x 2 ആണ്. അപ്പോൾ 2 × 2 + y = 5 എന്ന് കിട്ടും. 2 × 2 4 ആണ്. 4 + y = 5. 4 y കൂട്ടിയാൽ 5 ആണെങ്കിൽ y എന്തായിരിക്കും 5-ൽ നിന്ന് 4 കുറവായിരിക്കും. അതായത് 1 y = 1 എന്ന് കിട്ടും. അപ്പോൾ 2x + y = 5 എന്ന ഇക്വേഷനിൽ എക്സിന്റെ സ്ഥാനത്ത് 2 എന്ന വില കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y കിട്ടും. y = 1 എന്ന് വരിക. ഇതാണ് ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 5 8 11 എക്സെട്ര ഒരു സമാന ശ്രേണിയാണ്. ഇതിന്റെ 30-ാം പദം എത്ര? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് 5 8 11 ഇതൊരു സമാന ശ്രേണി, ഇതൊരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണ്. ഇതിന്റെ 30-ാം പദം എത്ര? ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 30-ാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തോട് 29 പൊതുവ്യത്യാസം. 29 ഇവിടെ പൊതുവ്യത്യാസം എത്രയാണ്? 5 8 11 അങ്ങനെ സമാന ശ്രേണിയാണ്. പൊതുവ്യത്യാസം 3 ആണ്. അതായത് 8 നിന്ന് 5 കുറക്കുക അല്ലെങ്കിൽ 5 നിന്ന് 8 കുറക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്നത് പൊതുവ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 30-ാം പദമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആദ്യ പദമായ 5-നോട് 29 പൊതുവ്യത്യാസം കൂട്ടിയാൽ മതിയാവും. അപ്പോൾ ഒരു പൊതുവ്യത്യാസം 3 ആയതുകൊണ്ട് 29 പൊതുവ്യത്യാസം 29-ന് 3. ആദ്യ പദത്തോട് 29 പൊതുവ്യത്യാസം കൂട്ടിയാൽ 5 + 29-ന് 3 എത്ര വരും? 3 30 ആണെങ്കിൽ 90. അപ്പോൾ 3 29 87 എന്ന് കിട്ടും. 87. അപ്പോൾ 5ഉം 87ഉം കൂട്ടി എത്ര വരും? 92 എന്ന് വരും. അപ്പോൾ 92 ആണ് ഇതിൻ്റെ 30-ാം പദം വരുന്നത്. ഇനി 20-ാം പദമാണ് ചോദിച്ചതെങ്കിൽ ആദ്യ പദത്തോട് 19 പൊതുവ്യത്യാസം കൂട്ടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യ പദം 5 ആണ്. 5 × 19 × 3 കണക്കാക്കുക. അത് കൂട്ടിയാൽ കിട്ടും. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ വേണ്ടിയാണ്. ബീജഗണിത രൂപം എന്ന് പറയുന്നത് എന്താണ്? dn + f - t എന്ന സൂത്രവാക്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതാണ് n-ാം പദം അല്ലെങ്കിൽ പൊതുരൂപം.
ഒരു സമാശ്രേണിയുടെ എന്നാം പദം കാണുന്ന പൊതുരൂപം എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് ടി ആണ്. അല്ലെങ്കിൽ a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നും സൂത്രമാക്കി പഠിച്ചിട്ടുണ്ട്. ഏതാണോ നിങ്ങൾ പഠിച്ചത് അത് എഴുതുക. dn പ്ലസ് f മൈനസ് ടി ഇതാണ് അതിൻ്റെ പൊതുവായ സൂത്രവാക്യം. എന്നാം പദം കാണുന്നത് ഇപ്പോൾ d എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 3 ആണ്. dn വരുമ്പോൾ 3n വരും പ്ലസ് f മൈനസ് ടി. f എന്ന് പറയുന്നത് എത്രയാണ്? ആദ്യ പദം 5 ആണ് മൈനസ് d എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ 3n പ്ലസ് f മൈനസ് ടി. 3n പ്ലസ് 5 മൈനസ് 3 അതായത് 2 എന്നിട്ട് 3n പ്ലസ് 2 ഇതാണ് അതിൻ്റെ ബീജഗണിത രൂപം. അല്ലെങ്കിൽ എന്നാം പദം എത്ര എന്നുള്ളതാണ് ബീജഗണിത രൂപമായിട്ട് എഴുതേണ്ടത്. 3n പ്ലസ് 2 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ കണക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. 12ാമത്തെ ചോദ്യം, ഒരു സാമാന്യത്തിന്റെ ഒരു വശത്തിന്റെ മധ്യബിന്ദുവും എതിർവശത്തെ മൂലകളും ചേർന്ന് ഒരു ത്രികോണം വരച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നു. ഒന്നാമത്തത്, സാമാന്യത്തിന്റെ പരപ്പളവ് 50 ചതുര സെന്റിമീറ്റർ ആയാൽ 50 ചതുര സെന്റിമീറ്റർ ആയാൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര? രണ്ടാമത്തത്, ഈ സമാന്യത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാൻ സാധ്യത എന്തെന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, ഇവിടെ സാമാന്യം തന്നിട്ടുണ്ട്. അതിന്റെ പരപ്പളവ് 50 ആണെന്ന് ചോദ്യത്തിൽ പറയുന്നുണ്ട്. ഒരു സാമാന്യ പരപ്പളവ് 50 ആണ്. ഇപ്പൊ സാമാന്യ തൽക്കാലം ABCD നമ്മൾ കൊടുക്കുന്നു, പേര് കൊടുക്കുന്നു. ABCD ആണ് സാമാന്യം എന്നിരിക്കാം. നമ്മൾ സാമാന്യത്തിന്റെ പരപ്പളവ് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വശവും അതിന്റെ എതിർവശത്തു നിന്നുള്ള ലംബ ദൂരവും അല്ലെങ്കിൽ എതിർവശത്തു നിന്നുള്ള അകലം, ഈ ലംബ അകലം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പരപ്പളവ് കാണാം. ഈ ലംബ ദൂരത്തെ തൽക്കാലം H എന്ന് വിചാരിക്കുന്നിരിക്കും. H. ഈ AB എന്ന വശത്തെ A എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ സാമാന്യത പരപ്പളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? AH ആയിരിക്കും. സാമാന്യത പരപ്പളവ് AH. സാമാന്യത പരപ്പളവ് AH. അതായത് ഈ വശം A, അതിന് എതിർവശത്തുള്ള അകലം എന്ന് പറയുന്നത് H. അങ്ങനെയാണ് സാമാന്യത പരപ്പളവ് AH ആണ്. ഈ AH ആണ് 50 ചതുരശ്ര സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ത്രികോണത്തിന്റെ പരപ്പളവ് എത്ര എന്ന ചോദ്യം. ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്കറിയാം. ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കാണുന്നത് അതിന്റെ ഒരു വശം അല്ലെങ്കിൽ ബേസ് പാദം, അതിൻ്റെ ലംബദൂരം, അതിന്റെ ഗുണനഫലത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു A ഇൻറ്റു H. ഒരു വശത്തെ A എന്ന് കാണുന്നു, അതിന്റെ എതിർമൂലയിൽ നിന്നുള്ള എതിർശേഷത്തിന്റെ ലംബദൂരം H ആണ്. അതുകൊണ്ട് ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എന്താണ്? 1/2H ആണ്. AH 50 ആയതുകൊണ്ട് 1/2H എന്ന് പറയുന്നതായിരിക്കും 50ന്റെ അരയായിരിക്കും, 50ന്റെ പകുതിയായിരിക്കും. അതായത് 25 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പോൾ സാമാന്യ പരപ്പളവ് AH എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് നമുക്ക് 1/2AH എന്നായതുകൊണ്ട് 50/2 അതായത് 25 ചതുരശ്ര സെന്റിമീറ്റർ എന്നാണ് കിട്ടുക. ഇനി അടുത്തത്, ഇതാണ് ഒന്നാമത്തെ ഉത്തരം. B എന്ന് പറയുന്നത്, ഈ സാമാന്യത്തിൽ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാൻ സാധ്യത എന്താണ്? ആകെ ABCD എന്ന് പറയുന്ന സാമാന്യ പരപ്പളവ് 1 യൂണിറ്റായി കണക്കാക്കുകയാണെങ്കിൽ അതിൽ നേരെ പകുതിയാണ്. അതായത് ആകെ ഇപ്പൊ 2 യൂണിറ്റ് കണക്ക്, 2ൽ എന്തായിരിക്കും? ഒരു ഭാഗമായിരിക്കും. ആകെ ഇത് 2 ഭാഗമാക്കിയാൽ ABCD എന്ന് പറയുന്ന സാമാന്യത്തെ 2 തുല്യ ഭാഗമാക്കുകയാണെങ്കിൽ അതിൽ ഒരു ഭാഗമായിരിക്കും എന്ന് ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പോൾ അതുകൊണ്ട് സാമാന്യത്തിന്റെ നോക്കാതെ ഒരു കുത്തിട്ടാൽ അത് ഷെയ്ഡ് ചെയ്ത ഭാഗത്താകാനുള്ള സാധ്യത, ഷെയ്ഡ് ചെയ്ത ഭാഗം ത്രികോണത്തിലാണ്, ത്രികോണത്തിൽ ആകാൻ സാധ്യത 2-1 ആകെയുള്ളത് നേരെ പകുതി ആയതുകൊണ്ട് 2-1 ഇതിന്റെ ശരി ഉത്തരമായിട്ട് വരിക. അടുത്ത ചോദ്യം, 6 മീറ്റർ നീളമുള്ള ഒരു ഏണി ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഏണി തറയുമായി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രിയാണ് എങ്കിൽ ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് എത്ര അകലെയാണ്? ഇവിടെ ചിത്രം തന്നിട്ടുണ്ട്. AC എന്ന് പറയുന്ന ഒരു ഏണിയാണ്. അത് 6 മീറ്റർ നീളമാണ്. ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഈ തറയുമായി ഏണി ഉണ്ടാക്കുന്ന കോൺ 60 ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം ഇത് ലംബമായിരിക്കും, നമുക്കറിയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഏണിയുടെ മുകളറ്റം തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണ്? ഏണിയുടെ മുകളറ്റം ഇവിടെ C ആണ്. ഈ C തറയിൽ നിന്ന് എത്ര ഉയരത്തിലാണെന്ന് വെച്ചാൽ BC എത്ര എന്ന ചോദ്യം. അപ്പൊ ആദ്യം നമുക്ക് BC കണക്കാക്കണം. മറ്റൊന്ന്, രണ്ടാമത്തത് ഏണിയുടെ ചുവട് ഭിത്തിയിൽ നിന്ന് എത്ര? ഏണിയുടെ ചുവട് ഇതാണ്. ഇത് ഭിത്തി എത്ര ഉയരത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ AB ആണ്. AB എത്ര എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ആദ്യത്തേത് BC കാണാനാണ്, രണ്ടാമത്തത് AB കാണാനാണ്. ഇവിടെ ഈ ABC എന്ന ത്രികോണത്തിന്റെ പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്കറിയാം. ഇവിടെ കോൺ A 60 ഡിഗ്രിയാണ്, കോൺ B 90 ഡിഗ്രിയാണ്. അങ്ങനെയാണ് മൂന്നാമത്തെ കോൺ C എന്നത് 30 ഡിഗ്രി ആയിരിക്കും.
ഇത് നമുക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സൂത്രവാക്യമുണ്ട്. 30, 60, 90. ഒരു മട്ടത്രികോണത്തിന്റെ കോണളവ് 30, 60, 90 അങ്ങനെയാണെങ്കിൽ അതിന്റെ വശങ്ങൾ 1:√3:2 എന്ന അംശബന്ധത്തിലായിരിക്കും എന്ന് നമുക്കറിയാം. 1:1:√3:2. ഇവിടെ 30-നെതിരെ 1 60-നെതിരെ √3, 90-നെതിരെ 2. ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ എന്താണത്? ഇവിടെ 90-നെതിരെ 6, 90-നെതിരെ 6, അതായത് 2ന്റെ സ്ഥാനത്ത് വരുന്നത് 6 ആണ്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ 2 ആണെങ്കിൽ 30-നെതിരെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ 6 നേരെ പകുതിയാണ് വരിക. അതായത് ഇത് 3 എന്ന് കിട്ടും. 30-നെതിരെ 3 എന്ന് കിട്ടും. 60-നെതിരെ എന്തായിരിക്കും? ഈ 1-നെ √3 ഗുണിച്ചതാണ് √3. അപ്പോൾ 3-ന് എന്ത് ചെയ്താണ്? √3 ഗുണിച്ചാൽ മതി. അപ്പോൾ 3√3 വരും. 90 ഡിഗ്രിക്കെതിരെ 6 യൂണിറ്റ് ആണ് വരുന്നതെങ്കിൽ, ഇവിടെ 6 മീറ്റർ ആണ്, 6 മീറ്റർ ആണ് വരുന്നതെങ്കിൽ 30-നെതിരെ 3 എന്നും 60-നെതിരെ 3√3 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ഉത്തരമായി. ബി സി എത്രയാണ്? ബി സി എന്ന് പറയുന്നത് 60-നെതിരെയാണ്. 60-നെതിരെയുള്ളത് ബി സി ആണ്. 60-നെതിരേക്ക് 3√3. അപ്പോൾ 3√3 മീറ്റർ എന്ന് കിട്ടും. എ ബി എന്താണ്? 30-നെതിരെയാണ്. 30-നെതിരെ വരും 3 എന്ന് കിട്ടും. എ ബി = 3 മീറ്റർ എന്ന് കിട്ടും. ഇത് ഉത്തരമായി. ഇനി ഇത് അറിയുന്നില്ല എന്ന് കണ്ടുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? സൈൻ. അതുപോലെ നോക്കൂ, ഇവിടെ 6 ഇത് ഈ കാരണമായിട്ട് വരുന്നത്. ഇത് 30 ഡിഗ്രിയാണ്. ആ രീതിയിൽ സൈൻ 30 അതുപോലെ കോസ് 30 ഒക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് x² + x എന്ന രണ്ടാംഗതി ബഹുപദത്തെ 2 ഒന്നാംഗതി ബഹുപദങ്ങളുടെ ഗുണനഫലമായി എഴുതുക എന്നുള്ളതാണ്. സാധാരണ ഇത്രയും എളുപ്പമുള്ള ചോദ്യം സാധാരണ ചോദിക്കാറില്ല. x² + x എന്ന രണ്ടാംഗതി ബഹുപദത്തെ 2 ഒന്നാംഗതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതുക. അപ്പോൾ നോക്കൂ, x² + x ഇതിനെയാണ് നമുക്ക് 2 ഒന്നാംഗതി ബഹുപദങ്ങളുടെ ഗുണനഫലമായിട്ട് എഴുതേണ്ടത്. x² എന്ന് പറഞ്ഞാൽ x-ന്റെ x ആണ്. ഈ x എന്ന് പറയുന്നത് ഒരു x ആണ്. അപ്പോൾ x-ന്റെ x-നും 1-ന്റെ x-നും x പൊതുവായിട്ടുള്ളത് കൊണ്ട് x ബ്രാക്കറ്റ് വെളിയിലെടുത്താൽ x × x² കിട്ടണമെങ്കിൽ x-നെ x കൊണ്ട് ഗുണിക്കണം. ചിഹ്നം പ്ലസ് ആണ്. x ഔട്ട്സൈഡ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ x-നെ 1 കൊണ്ട് ഗുണിച്ചാൽ x കിട്ടുക. അപ്പോൾ ഇവിടെ എന്ത് വരും? 1 എന്ന് വരും. 1-ന്റെ x ആണ്. x നോക്കൂ, x-ന്റെ x x² എന്ന് കിട്ടും, പ്ലസ് x-ന്റെ 1 ഒരു x എന്ന് കിട്ടും. അപ്പോൾ x-ന്റെ x + 1 എന്ന രൂപത്തിൽ അതിനെ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഇനി ഇതല്ല എങ്കിൽ സാധാരണ ചെയ്യുന്നത് x² + x = 0 എന്ന് കിട്ടും, എടുക്കുക. അതായത് രണ്ടാംഗതി സമവാക്യമായിട്ട് എഴുതുക. എന്നിട്ട് അതിൻ്റെ പരിഹാരം കണ്ടെത്തിയിട്ട് ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഘടകങ്ങളാക്കാൻ വേണ്ടി പറ്റും. 15ാമത്തെ ചോദ്യം. ഒരു ക്ലാസ്സിലെ 7 കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ തന്നിരിക്കുന്നു. മധ്യമ ഭാരം കണക്കാക്കുക എന്നുള്ളതാണ്. മധ്യമ ഭാരം, അതിന് മീഡിയൻ കണക്കാക്കണം. 35, 41, 38, 45, 32, 44, 42. എന്താണ് മധ്യമം? മധ്യമം എന്ന് പറയുന്നത് നടുക്കുള്ള വിലയാണ്. എങ്ങനെ നടുക്കുള്ള വില? തന്നിരിക്കുന്ന വിലകളെ ഒന്നുകിൽ ആരോഹണക്രമത്തിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അവരോഹണക്രമം ഡിസെൻഡിങ് ഓർഡർ എഴുതുന്നു. അപ്പോൾ അതിന് നടുക്ക് വരുന്ന വില ഏതാണോ അത് അതിൻ്റെ മധ്യമോ അല്ലെങ്കിൽ മീഡിയനായിട്ട് വരിക. ഇവിടെ ഏറ്റവും ചെറിയ വില എന്തായിരിക്കണം? 32. ഏറ്റവും ചെറിയ വില 32. അത് ആദ്യം എഴുതാം, 32. അത് കഴിഞ്ഞാൽ അതിനേക്കാൾ അല്പം കൂടിയ വില 35 ആണ്, 35. 35 കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 38 വരും, 38. 38 കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വരുന്നത് 42 ആണ്, 42. 42 കഴിഞ്ഞാൽ പിന്നെ 43 ഉണ്ട്, 44 ഉണ്ട്, 45 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. ഇതിന് ആരോഹണ ക്രമത്തിൽ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ എഴുതിയാൽ ഇങ്ങനെ കിട്ടുക, ഏറ്റവും ചെറുതെന്ന് വലുതിലേക്ക് എന്ന ക്രമത്തിൽ. ഇവിടെ നടുക്കുള്ള വില ഏതാണോ അതാണ് അതിൻ്റെ മധ്യമായിട്ട് വരിക. നടുക്കുള്ള വില ഏതാണ്? ഇപ്പോൾ 32, 45 കഴിഞ്ഞാൽ പിന്നെ 35, 44, 38, 43. നടുക്ക് വരുന്നത് 42 ആണ്. അപ്പോൾ 42 ആണ് ഇതിൻ്റെ മധ്യമായിട്ട് വരിക. നടുക്കുള്ള വില എന്ന് പറയുന്നത് 42 കിട്ടും. ഇനിയല്ല, ഇതിപ്പോൾ 7 ആയതുകൊണ്ടാണ്. ഇപ്പോൾ 8 ആണെങ്കിൽ നടുക്കുള്ള 2 ഉണ്ടാവാൻ നേരം ആ 2ന്റെ ശരാശരിയാണ് ഇതിനെ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഒറ്റ എണ്ണമായതുകൊണ്ട് തന്നെ ഇപ്പോൾ 4ാമത്തെ വില എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതുകൊണ്ട് 42 നാടിനെ മധ്യമായിട്ട് വരിക. അപ്പോൾ ഇവിടെ 15 ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ് ഇവിടെ നടത്തിയത്. ആദ്യത്തെ 15 ചോദ്യങ്ങളുടെ 2022 മാർച്ചിൽ നടന്ന പരീക്ഷയുടെ 15 ചോദ്യങ്ങളാണ്. ഏറ്റവും എളുപ്പമുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഈ 2022 ആദ്യത്തെ 15 ചോദ്യങ്ങൾ എന്നാണ് തോന്നുന്നത്.
അപ്പോൾ ഈ വർഷവും ഇതുപോലത്തെ ചോദ്യം ചോദിക്കാം. മറ്റ് 16ാമത്തെ ചോദ്യം മുതലുള്ളതിൻ്റെ ഉത്തരം അടുത്ത ഒരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്.